ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കാസർഗോഡൻ സ്പെഷ്യൽ റെസിപ്പിയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. സൽക്കാരങ്ങളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ്. തെരേടെ എന്നാണ് കേട്ടോ ഇതിനെ പറയാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് കുക്കറി ഷോക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി. അത് ഞാൻ അവസാനം കാണിക്കാം കുറച്ച് പാകം. അപ്പോൾ ഇത് നമ്മൾ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് സെയിം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഒരു പണ്ടം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരു 2-3 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഒരു 8-10 അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെക്കുക. അതുപോലെ നിങ്ങൾക്ക് കിസ്മിസ് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഈ ഒരു സമയത്തൊക്കെ ചേർത്തിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെച്ചാൽ മതി. ഇത് നമ്മൾ ക്രഷ് ചെയ്തിട്ടാണ് പിന്നീട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു സെയിം പാത്രത്തിൽ തന്നെ ഇതിലോട്ട് 2.5 കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 2.5 കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അങ്ങനെ നല്ലോണം കളർ മാറാനൊന്നും നിൽക്കണ്ട. ചെറിയ രീതിയിലൊന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നിറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാകത്തിനായിക്കോളും. വടിച്ചിട്ടല്ല കേട്ടോ, നിറച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ടൊന്ന് അലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാര അലിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ഒരിച്ചിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതൊന്നും ഇഷ്ടമില്ലാത്ത കൊണ്ട് ഞാനതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി. ഇതിപ്പോൾ ഇത്രയും മതി. എല്ലാം കൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള പണ്ടം. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നെയ്ച്ചോറിൻ്റെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജീരകശാല, തനിമ റൈസ് അങ്ങനെയുള്ള അരിയാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് സാധാ പച്ചരിയേക്കാളും. അപ്പോൾ ഇത് കുതിർത്ത് വെച്ച ശേഷം അരമണിക്കൂറൊക്കെ കുതിർത്ത് വെച്ച ശേഷം കഴുകിയെടുത്തിട്ട് ഒന്ന് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെക്കുക. അരമണിക്കൂറൊക്കെ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലേ ഞാൻ പറയുന്ന അളവിൽ വെള്ളം ചേർക്കുമ്പോൾ പാകത്തിനാകത്തുള്ളൂ. ഇനി ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പച്ചരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. സെയിം 1 കപ്പ് തന്നെ പച്ചരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല കട്ടിക്കുള്ള 1-ാം പാൽ തന്നെ വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 1 കപ്പാണ് കേട്ടോ. തേങ്ങാപ്പാലും വെള്ളവും കൂടെ രണ്ടും കൂടെ 1 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ചേർക്കാതെയും ഉണ്ടാക്കിയെടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കുക. പിന്നെ ഇത് അരിപ്പയിൽ അരിച്ചിട്ട് വേണമെങ്കിൽ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നല്ല ക്ലിയർ ആയിട്ടുള്ള മാവ് കിട്ടും. ഇതിപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അരിപ്പയിൽ അരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് നല്ല നൈസായിട്ടുള്ള മാവ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും. ഇതൊരു ലൂസായിട്ടുള്ള മാവാണ്, അങ്ങനെ തിക്കായിട്ടുള്ള മാവല്ല. അപ്പോൾ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 കപ്പ് അല്ലെങ്കിൽ ഒരു 2.25 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം 1 കപ്പായിരുന്നു മൊത്തത്തിൽ അരക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നത്, തേങ്ങാപ്പാലും വെള്ളവും കൂടെ. നിങ്ങൾ തേങ്ങാപ്പാൽ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ 1/4 കപ്പ് ചേർത്തിട്ട് 3/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. മൊത്തത്തിൽ രണ്ടും കൂടെ 1 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് പിന്നെ 2 കപ്പ് അല്ലെങ്കിൽ 2.25 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഇത്രയും ലൂസായിട്ടാണ് ഇതിൻ്റെ മാവ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഒരു തവ നല്ല ചൂടായ ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. എന്നിട്ട് ഒരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിലോട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മാവ് ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തിരിച്ച് ആ ഒരു ബൗളിലോട്ട് തന്നെ ആക്കി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇതിലോട്ട് കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്, ബാലൻസ് ഒന്നുമില്ല. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ബാലൻസ് ഉള്ള മാവ് ഉണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇത് കട്ടിക്കുള്ള ദോശയല്ല, നല്ല തിന്നായിട്ടുള്ള ദോശയാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പം മൂടി വെക്കേണ്ടതൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടില്ല, നല്ല തിന്നായിട്ട് ഒരു പേപ്പർ ദോശ പോലെയാണിത് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ഫില്ലിങ് ചൂടോടെയാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ദോശ ഒന്നിച്ച് ചുട്ടെടുത്തിട്ടല്ല, ഓരോന്ന് നമ്മൾ ചുട്ടെടുക്കും തോറും ഇതുപോലെ ഈ ഒരു പണ്ടം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. പിന്നെ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ട വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. തേങ്ങാപ്പാൽ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ തന്നെ 1/2 കപ്പ് ചേർത്താൽ മതി.
അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എലാഞ്ചി ചെയ്യുന്നതിൻ്റെ വേറൊരു ടൈപ്പാണിത്. അതിൻ്റെ ടെക്സ്ചർ മൈദ വെച്ച് ചെയ്യുമ്പോൾ വേറൊരു ടൈപ്പാണ്. പിന്നെ അരിപ്പൊടി വെച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ജസ്റ്റ് മിക്സിയിലിട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്, അരിപ്പൊടി വെച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇതിപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, സീ കേരള കുക്കറി ഷോയിൽ ഞാൻ ഈ ഒരു റെസിപ്പി കാസർഗോഡൻ സ്പെഷ്യൽ റെസിപ്പി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേർക്ക് ഇഷ്ടമായിനപ്പോൾ ചെയ്തപ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിൻ്റെ ചെറിയൊരു ഭാഗങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പോൾ മുമ്പും ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.